Mass. What will be the mass of an electron? Aparna? 9.11 into 10 raised to minus 31 kg. 9.11 into 10 raised to minus 31 kg. 31 kg. It will come around. ഗുഡ് മോർണിംഗ് സർ. ഇവിടുത്തെ റൂൾസ് മാനേഴ്സ് ഒന്നും രോഹിത്തിന് ബാധകമല്ലേ? ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് മനഃപൂർവ്വം പെർമിഷൻ ചോദിക്കാറുന്നതാണോ അതോ വേണ്ടെന്ന് വെച്ചതാണോ? ഞാൻ വന്നപ്പോൾ സാറ് കുറച്ച് തിരക്കിലായിരുന്നു. എങ്ങനെ? ഞാൻ വന്നപ്പോഴേ സാറ് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിളിച്ചു. അരമണിക്കൂർ കഴിഞ്ഞു ക്ലാസ് തുടങ്ങിയിട്ട്. ആക്ച്വലി ഞാൻ നേരത്തെ റെഡി ആയതാ. ബൈക്കിന് ചെറിയ സ്റ്റാർട്ടിങ് പ്രോബ്ലം. അപ്പം അച്ഛൻ പറഞ്ഞു കോടതി പോകുന്ന വഴി ഡ്രോപ്പ് ചെയ്യാം. അച്ഛൻ ഇറങ്ങാൻ വൈകി, നാച്ചുറലി ഞാനും വൈകി. എൻട്രൻസിൻ്റെ റിസൾട്ട് വരുമ്പോൾ അച്ഛൻ വൈകി, നാച്ചുറലി ഞാൻ വൈകി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ദിസ് ഇസ് യുവർ തേർഡ് അറ്റംപ്റ്റ്, അത് മറക്കണ്ടേ. നൗ 5.46 into 10 raised to 5 meters per second. Got it? Yes, sir. All of you? Yes, sir. Okay, so we will go for the next. Oops. അപ്പം ഇയാൾ തന്നെ അങ്ങ് തുടച്ചോ. ഞാനോ? തുടങ്ങാൻ അറിയില്ലേ? ആ ഓക്കെ. സർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. എവിടെ പോകുന്നു? ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കും. അപ്പോൾ പഠിക്കുന്ന വിഷയത്തിൽ ഒരു ഫോക്കസ് കിട്ടും കേട്ടോ. Now let us solve another problem to find out the kinetic energy of an ejected electron. Okay. Got it? Then what H stands for? What H stands for? ഹൈറ്റ് ആണോ സാർ? Height. അവിടെ പോയിരിക്കും പോ. അല്ല വേണ്ട, ഇവിടെ നിന്നിട്ട് എനിക്ക് നല്ല ഫോക്കസ് കിട്ടുന്നു. ഇത്രയൊക്കെ ഫോക്കസ് കിട്ടിയാൽ മതി കേട്ടോ. അവിടെ പോയിരിക്കും പോ. അച്ഛൻ വന്നു കഴിഞ്ഞാലേ നിന്റെ ഒറ്റയ്ക്കുള്ള കറക്കൊക്കെ കഴിയും കേട്ടോ. അച്ഛൻ ചെറുപ്പത്തിൽ എങ്ങനെയാ? പാവായിരുന്നോ? പാവോ, എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിക്ക് കയ്യും കണക്കൂല. അത്രയ്ക്ക് നോട്ട് ചെയ്തിരുന്നോ? നോട്ടിയല്ല മോളെ, വാശി. എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ അത് അപ്പം നടക്കണം. എന്നാ മര്യാദയ്ക്ക് പഠിക്കോ? അതുമില്ല. ടീച്ചറുടെ മകനാന്നുള്ള കൺസിഡറേഷൻ ഉണ്ടായിരുന്നല്ലോ സ്കൂളിൽ, അവനതങ്ങ് മുതലാക്കും. ജസ്റ്റ് പാസ്സാ 10ല്. അതല്ല വർക്ക്ഷോപ്പിൽ കൊണ്ടുണ്ടാക്കിയത്. എന്നാലും അമ്മേനെ അടിച്ചെടുക്കാനുള്ള മിടുക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപാര ഹ്യൂമർ സെൻസ് ആയിരുന്നു. അതിൽ വീണു പോയതല്ലേ നിന്റെ അമ്മ. വേഗം കഴിക്ക്, മുത്തശ്ശനും കൊണ്ടേ കൊടുക്ക്. പേഷ്യൻസ് തീരാൻ കാത്തിരുന്നാലേ കാപ്പി കുടിക്കലുണ്ടാവില്ല. നാവുതേട്ടി ഇനി കയ്യൊന്ന് പോക്കി പോരട്ടെ പോരട്ടെ. പാടാ ഡോക്ടറെ. വലിച്ചു വാരി തിന്നരുത്. അറിവുള്ളവർ പറയണ കേട്ടിട്ടില്ലേ, ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം. ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ അത് മുഴുവനും അങ്ങോട്ട് കഴിക്കരുത്. ഇല്ല ഡോക്ടറെ, ആഹാരമൊക്കെ വളരെ കുറച്ചു. പിന്നെന്താ ഇത് ഇങ്ങനെ? കഷായം കൃത്യമായിട്ട് കഴിക്കുക, പഥ്യം തെറ്റിക്കരുത് കേട്ടാ. ഓ ഞാൻ ഇട്ട് തരണ? വേണ്ട ഡോക്ടറെ. ആഹാ, ഇതിപ്പോ റിട്ടയർ ചെയ്തപ്പോഴാണല്ലോ മുത്തശ്ശനെ തിരക്ക് കൂടുതല്. പഴയ പരിചയം വെച്ചിട്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരോട് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? മുത്തശ്ശൻ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു ഈ നീറ്റും എൻട്രൻസും ഒക്കെ? ഏയ്, അന്നൊക്കെ ഫുൾ മെറിറ്റ് അല്ലേ. MBBS ചേരാനുള്ള മാർക്ക് ഉണ്ടായിട്ടും ഞാൻ എടുത്തത് ഇതാ. എനിക്ക് മടുത്തി ക്ലാസ്സും കോച്ചിങ്ങും. സത്യം പറഞ്ഞ എനിക്ക് ഡോക്ടറും ആവണ്ട കലക്ടറും ആവണ്ട. പക്ഷെ ബോബിയെങ്കിലും വിടണ്ടേ? അമ്മയ്ക്ക് എടുക്കാൻ പറ്റാതെ എല്ലാ ഡിഗ്രി എന്നെ കൊണ്ട് എടുപ്പിക്കുന്ന തോന്നുന്നു. ഡോക്ടറെ നമസ്കാരം. ആ ഇതാര്? എന്താ തനിച്ച്? എനിക്കിപ്പോൾ ഡോക്ടറെ കാണാൻ വരാൻ കൂട്ടൊന്നും വേണ്ട. ആ സ്റ്റേജൊക്കെ മാറി. എല്ലാം ഡോക്ടറുടെ കൈപുണ്യമാണ്. ഇതാരാ? എന്റെ പേരക്കുട്ടിയാ. ആ കേട്ടോ മോളെ, മോളുടെ ഈ ഗ്രാൻഡ് ഫാദറെ ഒരു ജീനിയസാ. ഓ, എൻ്റെ മക്കൾ എന്നെ കൊണ്ടുപോയി ഏതെല്ലാം ഡോക്ടേഴ്സിനെ കാണിച്ചു, ഏതെല്ലാം ആശുപത്രി കൊണ്ടുപോയി. അവരാരും ചികിത്സിച്ചിട്ട് മാറാത്ത എൻ്റെ ഈ അസുഖം ഇദ്ദേഹം ഭേദമാക്കി. ഹീ സച്ച് എ ലെജൻഡ്. ഇപ്പൊ ഉറക്കമൊക്കെ നല്ലോണം ഉണ്ടല്ലോ. പിന്നെ ഒരു കുഴപ്പമില്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ തന്നെയാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ സൂക്കേട് നിശേഷം മാറി. അതുകൊണ്ട് ഡോക്ടറെ നേരിട്ട് കണ്ട് ഒരു നന്ദി പറയണമെന്ന് തോന്നി.
അതാ വന്നത്. കണ്ട, ഇതാണ് ഒരു ഡോക്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം. എന്നാ പിന്നെ ഡോക്ടറെ സമയം ഞാൻ കളയുന്നില്ല. ഓ ഞങ്ങളെ പോലുള്ളവർക്ക് ആശ്വാസമാകുന്ന ഡോക്ടറെ ദൈവം രക്ഷിക്കട്ടെ. ആയിക്കോട്ടെ. ആ പിന്നെ ഡോക്ടറെ വല്ലപ്പോഴുവേ ഓ. എന്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചേ വിവരങ്ങളൊക്കെ അന്വേഷിച്ചാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങോട്ടും വിളിക്കാലോ. അതെ, ഡോക്ടർ തിരക്കുള്ള ആളല്ലേ. ഞാൻ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഒരു ബുദ്ധിമുട്ടുമില്ല. ആ എന്നാ പിന്നെ എന്റെ നമ്പർ നോട്ട് ചെയ്താട്ടെ. മോളെ നീ നമ്പർ ഒന്ന് എഴുതിയെടുത്തേ. ആയിക്കോട്ടെ. 0091. ഓ കൺട്രി കോഡൊക്കെ ഉണ്ടല്ലോ. 0091 98470 98470 32321 32321 4545 4545. 222 എന്താ പറഞ്ഞേ? 222 നീ എഴുത് 2222 4591 111 0000 4540 4715 151515 5257 സോറി ഡോക്ടർ, അമ്മയെ ഞങ്ങൾ കുറെ നേരമായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുവോ. ജീനിയസ്. അച്ഛൻ വന്ന ഈ മുറിയിലാണോ കിടക്കുന്നത്? അച്ഛനല്ല, നീ. ഞാനോ? ഞാനെന്തിനാ ഇവിടെ കിടക്കുന്നത്? എല്ലാരും കൂടി ഒരു മുറി കിടന്ന എന്താ കുഴപ്പം? നീ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അവരൊക്കെ ഇപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പമാണോ കിടക്കുന്നതെന്ന്. ഇങ്ങനൊരു കുട്ടി. അമ്മ ഉറങ്ങിയോ? ആ ഉറങ്ങി. ഈ അച്ഛൻ എന്തിനാ ഇപ്പൊ വരുന്നേ? എന്താ നിന്റെ പ്രശ്നം? എനിക്ക് എൻ്റെ അമ്മ മതി. എപ്പോഴും ഈ ഫ്രണ്ട്സ് കൂടുതലാണ് പ്രശ്നം. ഇപ്പം അങ്ങോട്ട് പോയി ഇഷ്ടമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കളിയാക്കുമായിരിക്കും അല്ലേ? കളിയാക്കും ഉറപ്പായിട്ടും. ഇതിന് എനിക്കൊരു ഡെഡിക്കേഷൻ ഇപ്പോഴും നിന്റെ പറയാമല്ലോ. അവൻ്റെ അപ്പുറത്തേക്കുന്ന ചിക്കൻ കൊള്ളാലേ. ആ നല്ല ഹെയർ. എടാ ഇപ്പോഴും ഇങ്ങോട്ട് തന്നെയാണോ നോക്കുന്നത്? ആ ആണല്ലേ. എല്ലാവർക്കും എന്നെ മതി. അപ്പുറത്തെ ലേശം മണ്ടനാണല്ലേ. ആമേ എത്തിയോ? എപ്പോ? ആ അതാ വരുന്നു. അപ്പൊ ഐ എം ഗോയിങ്. ബൈ. എൻ്റെ ഒന്ന് കൊടുത്തേക്കണേ. ബൈ. ഞാൻ പറഞ്ഞില്ലേ എന്നെ കണ്ടാൽ അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. എടാ നീ അങ്ങോട്ട് കുറച്ച് മാറിയിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി ആണോ പ്ലീസ്? എടോ എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല. അപ്പറഞ്ഞ അയ്യോ പോലെ ഞാൻ തുടങ്ങിയില്ല. ആ എന്തേ വൈകിട്ട് കാണാന്ന് പറഞ്ഞു. എന്താ പോയത്? ഞാൻ വിചാരിച്ചു അച്ഛനായിരിക്കും അതിൽ തുറക്കാന്ന്. നീ എന്താ എത്ര വൈകിയത്? ഈ നേരം വരെ അച്ഛൻ നിന്നെ കാത്തിരിക്കായിരുന്നു സ്കൂളിൽ നിന്ന് വരുമ്പോ സർപ്രൈസ് തരാൻ. വൈകിയപ്പോഴാണ് ഞാൻ വിളിച്ചത്. എന്നിട്ട് ആളെവിടെ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി. ലോറൻസ് അങ്ങളുടെ വീട്ടിലുണ്ടാവും. കുറച്ചുകൂടെ ചെറുതായിട്ട് കയറ്, എന്നാലും അടുപ്പി വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ അങ്കിൾ. ഹായ് ഹണി. ഹായ് ഡാളേ. ഇത് വരെ കഴിഞ്ഞില്ലേ? ഇത് തീർന്നിട്ട് വേണ്ട ടാങ്ക് ക്ലീൻ ചെയ്യാൻ. കുറച്ചേരം അത് ചെയ്യാ. ഇത് ബോറടിച്ചു തുടങ്ങി. ബോറടിച്ചോട്ടെ, നീ അത് തീർക്ക്. ലെറ്റ് ഹിം ഫിനിഷ് ദിസ് ഫസ്റ്റ്. ടാങ്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് അപ് ടു യു. ബാക്കിൽ തെങ്ങ തേങ്ങ ഇടാനുണ്ട് കേട്ടോ. തേങ്ങ ഇടുന്നതിന് മുമ്പ് നീ ആ വണ്ടിയും കൂടെ ഒന്ന് കഴിയട്ടെ. എടാ ഇത് ഫിനിഷ് ചെയ്തിട്ട്. അങ്കിൾ ഇയാളെ വിട്ടില്ലേ?
ഇവനിപ്പോൾ കുപ്പിന്ന് തുറന്നു വിട്ട ഭൂതവാ. എന്ത് പണിയും ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ ജയിലാ. മാത്രമല്ല ഗ്യാസിനൊക്കെ ഇപ്പം എന്താ വില? അച്ഛൻ ഇങ്ങോട്ട് വന്നോ? വന്നു, പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പുറത്തെ മാധവൻകുട്ടി മേനോൻ വന്ന് വിളിച്ചോണ്ടില്ല. അവിടെ കാണും. ശരി. ആ പഠിച്ചല്ലോ. ഒരു കോടാലികൾ. അച്ഛാ, ഈ വണ്ടി നന്നാക്കാനാണോ അച്ഛൻ ദുബായിൽ ഓടി വന്നത്? മേനോ സാറേ, അച്ഛന്റെ പഴയ വർക്ക്ഷോപ്പിലെ സ്ഥിരം ക്ലൈന്റ് ആയിരുന്നു. 4-5 മാസമായത്ര ഇവനൊന്ന് അനങ്ങിയിട്ട്. ആ അച്ഛൻ അന്വേഷിച്ച് എത്തിയോ? കുടിക്കൂ. കൂടെ നടക്കട്ടെ. വേണ്ട, താങ്ക് യു. അവളിത് കുടിച്ചോളൂ. ഇല്ല, അച്ഛൻ കുടിച്ചോളൂ. കുടിക്കടി. എനിക്ക് വേണ്ട. സാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഓക്കെ അല്ലേ? നന്ദനം തൊട്ടാ ശരിയാവുന്ന എനിക്ക് അറിയായിരുന്നു. പുറമേ നിന്നൊരു മെക്കാനിക്കിനെ വിളിച്ചാൽ കാശ് കൊടുക്കണമല്ലോ. ഞാനേ സാറേ. നീ ഇന്ന് കുളിച്ചില്ലല്ലേ? ദൈവമേ, കേരളം മൊത്തം ഉണ്ടല്ലോ ടേബിളില്. ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ടാ. എന്നും പ്രതീക്ഷിക്കണ്ട. എന്തേ? ഹേയ്, ഞാൻ പെട്ടെന്ന് എൻ്റെ കുബൂസിനെ കുറിച്ച് ഓർത്തു പോയതാ. കുബൂസിനെ പിരിഞ്ഞിരിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. നാളെ മുതൽ നമുക്ക് കുബൂസും തൈരും തന്നെ ആക്കാം. എടി, നിന്റെ ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിൽ ഓർത്തിട്ടല്ലേ അവിടെ ഞാൻ കുബൂസ് ഓരോ ദിവസവും കടിച്ചമർത്തിയിരുന്നത്. മോളെ, ആഹാരത്തിന്റെ കൂടെ വെള്ളം കുടിക്കരുത്, ദഹനത്തെ ബാധിക്കും. ഒന്നിൽ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ് അല്ലെ ആഹാരം കഴിഞ്ഞിട്ട് ലിക്വിഡ് അങ്ങനെ കഴിക്കാവൂ. നമുക്ക് എല്ലാത്തിനും ഒരു ചിട്ട വേണം. അല്ല അച്ഛാ, ഓ, അപ്പൊ ഈ കഞ്ഞി സൂപ്പൊക്കെ കഴിക്കുന്നവരോ? അവർക്ക് ഈ ലിക്വിഡിന്റെ പ്രശ്നമില്ലേ? അത് കഞ്ഞി സൂപ്പും, ഇത് ചോറല്ലേ. അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മയ്ക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഏയ്, ഇത് എത്ര വറ്റ അങ്ങനെ കളഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പു. ഓരോ അരിമണിയിലും അത് കഴിക്കുന്നവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടാവുന്ന പറയുക. ഫുഡിനെ റെസ്പെക്ട് ചെയ്യണം. സോറി അച്ഛാ, ഇനി ശ്രദ്ധിച്ചോളാം. ഓ, PG നന്ദകുമാർ. ഇതിൽ അച്ഛന്റെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത്. ബ്രില്യൻ. ടിഷ്യൂ ഇല്ലേ ജൂലി? ടിഷ്യൂവും കുബൂസും ഒക്കെ ഇനി മറന്നേക്ക്. ഒരു ഉണ്ടക്കണ്ണി ഇവിടെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അച്ഛന് അമ്മയോട് ഇഷ്ടമാണെന്ന് അവള് മനസ്സിലാക്കിട്ടെന്ന്. എന്തൊരു കൊതുക് അവിടെ. ദുബായിലാണെങ്കിൽ ഒറ്റ കൊതുകില്ല. ദുബായിലെ കൊതുകൊക്കെ ഇവിടെ എത്തിയല്ലോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തൊരു സമാധാനം അറിയാം. ആ സമാധാനത്തിൻ്റെ കൂടെ കുറച്ച് മധുരവും കഴിക്കാം. പുതിയ നമ്മുടെ അപ്പുന് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ആട്ടോ. മനസ്സിന്റെ ആരോഗ്യ. മനസ്സിൻ്റെ ആരോഗ്യമൊക്കെ കണക്കാ. ചില സമയത്ത് അവളുടെ ടാൻഡ്രംസ് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ അടി വെച്ച് കൊടുക്കാൻ തോന്നും. ഒറ്റയ്ക്കൊരു ടീനേജറെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാ. അവളെ മാനേജ് ചെയ്യണമെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകണം. അല്ലാതെ ഹെഡ് മാസ്റ്റർ ആകാൻ പോയി കഴിഞ്ഞാൽ പിള്ളേർ റിബലാവും. എന്തായാലും നീ ഇത്രത്തോളൊക്കെ എത്തിച്ചില്ലേ. അവളുടെ കളിയും കുറുമ്പും ഒന്നും നോക്കി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അതിനുള്ള ചാൻസ് ഒക്കെ അവൾ ഇഷ്ടം പോലെ തന്നോളും. സമയം കിടക്കല്ല. പെട്ടിയും കിടക്കയും എടുത്ത് ഇങ്ങോട്ട് ഓടിപ്പോന്നിട്ട് എന്താ പ്ലാൻ?
ജീവിക്കണ്ടേ? അതൊന്നും ഓർത്ത് എൻ്റെ മോള് പുകയണ്ട. ഇത്രയും കാലം തല ഉയർത്തി പിടിച്ചതല്ലേ ജീവിച്ചത്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. പുറമേ നിന്ന് കിട്ടിയ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും പ്രൊഫഷണലിസവും അതൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്നെ അവിടെ നിന്നിട്ട് വണ്ടി കയറിയത്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. 10-15 കൊല്ലമായിട്ട് കടിച്ചു പിടിച്ച് മാറ്റി വെച്ച ജീവിതം ശരിക്കും നമ്മൾ തുടങ്ങാൻ പോവാ. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിട്ടാണോ? ദേ, നിങ്ങളുടെ ബ്രൈറ്റ് ആൻഡ് ബ്രില്യൻ ഗേൾ. കിടന്നു. ജീവിതം നമുക്ക് നാളെ തുടങ്ങാം. നാളത്തെ ഡ്യൂട്ടി കൃത്യമായിട്ട് കവർ ചെയ്തിരിക്കണം. സമയത്ത് തന്നെ സ്ട്രെങ്ത് അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്തണം. മറ്റെന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചിരിക്കണം. അതെ, ഒന്ന് പെട്ടെന്ന് വരാമോ? ഇറ്റ്സ് ടൈം ടു ഗിവ് ദിസ് ഗിഫ്റ്റ് ടു അമ്മച്ചി. യു ക്യാൻ. ഇത് അമ്മച്ചിക്ക് ഞങ്ങളുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇറ്റാലിയൻ മസാജ് ചെയർ. വാവ്, ഗ്രേറ്റ്. ഇനി അമ്മച്ചി ഡെയിലി എക്സസൈസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഈ കസേര ഒരു 15 മിനിറ്റ് ഇരുന്നാൽ മതി. ഫുൾ ബോഡി മസാജാ. അമ്മച്ചിയുടെ മുട്ടുവേദനയൊക്കെ താനേ മാറും. ദാ, ഇത് ഞങ്ങളുടെ വക അമ്മച്ചിക്ക്. അമ്മച്ചിയുടെ കണ്ണട മാറ്റാറായില്ലേ? ഇനി ഇത് വെച്ചാ മതി. പണ്ട് ഞാൻ മഹാരാഷ്ട്ര കോളേജിൽ പഠിക്കുമ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി എല്ലാ സൺഡേയും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ടിപ് ടോപ്പ് ആയിട്ട് എറണാകുളത്ത് ഏതെങ്കിലും വലിയ കല്യാണങ്ങൾ നടക്കുന്ന ഓഡിറ്റോറിയം നോക്കി വച്ച് പിടിക്കും. അവിടെ ചെന്ന് മൂക്കുമുട്ട സാധ്യതയൊക്കെ ഉണ്ട്. പോരാൻ നേരത്ത് വലിയൊരു ഗിഫ്റ്റ് ബോക്സ് എടുത്തിട്ട് ഈ ചെക്കനും പെണ്ണിനും കൊടുത്ത് അവരെ ആശീർവദിച്ചിട്ടൊക്കെ പോരുള്ളൂ. വൈകുന്നേരം പെട്ടി തുറക്കുമ്പോഴാണ് വിവരം അറിയുന്നത്. വല്ല പുല്ലും വൈക്കോലും ഒക്കെ ആയിരിക്കും. ഞാനത് കൊടുത്തപ്പോ തന്നെ ബോബിച്ചാൻ അത് ഓർമ്മ വന്നല്ലേ? ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണണ്ട എനിക്ക് അപ്പം അവനെ ഓർമ്മ വരും. ഇപ്പൊ കാനഡയിലോ US-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു. എന്നാ നമുക്കിനി ഫുഡ് കഴിക്കാം അല്ലേ? കഴിക്കാം. വാ എന്താ അമ്മച്ചി ഇങ്ങോട്ട് ഇരുന്നാട്ടെ. നീ കഴിക്കുന്നില്ല? ഞാൻ ഇരുന്നോളാം. ഒരു പ്ലേറ്റിങ്. ഹലോ, സൈലന്റ് ലാൻഡ് അറിഞ്ഞില്ല. എപ്പോ? അയ്യോ, ഓ, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. എന്തു പറ്റി? ലോറൻസ് ഏട്ടന്റെ ഭാര്യയ്ക്ക് കിച്ചണിൽ നിന്ന് പൊള്ളലേറ്റൂന്ന്. അയ്യോ, വാ നമുക്ക് വേഗം വാ. അത് അവര് മാനേജ് ചെയ്തോളൂ. നിങ്ങൾ കഴിച്ചിട്ട് പോ. കഴിക്കലൊക്കെ പിന്നാവാ. വാ, നിങ്ങൾ കഴിക്കേ. സോറി. ആ ലോറൻസിന്റെ ഭാര്യയെ വെറുതെ പൊള്ളിച്ചു. എന്റെ ഗിഫ്റ്റ് കണ്ടപ്പോഴേ അങ്ങനത്തെ പഴയ ഫ്രോഡ് ഫ്രണ്ടിനെ ഓർമ്മ വന്നു. അതും കേട്ട് അവിടെ തന്നെ നിന്നാ പല പൊങ്ങച്ചങ്ങളും കേൾക്കേണ്ടി വരും. നമ്മളെന്താ ഫുഡ് കാണാതെ കിടക്കാണോ? നിന്റെ അമ്മയെ സമ്മതിക്കണം കേട്ടോ. കേട്ടി നാവ് ഇത്തിരി കുഴപ്പമെന്നുള്ളൂ. ബോബി ആളൊരു പാവ. ഇവളുടെ ഉള്ളിലെ ഈറ്റപ്പുലി പുറത്ത് ചാടിയത് കൊണ്ട് എനിക്ക് നഷ്ടമായതേ നല്ലൊരു ക്രിസ്ത്യാനി പീസ്റ്റാ. അതിനേക്കാളും ഫ്രഷ് ആയത്. നല്ല ടേസ്റ്റും ഉണ്ട്. അല്ല പിന്നെ ആസ് യൂഷ്വൽ അമ്മയും മോളും ഒന്നിച്ചു, ഞാൻ പുറത്ത്. എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മസാലപ്പൊടിക്ക് ആ സെക്ഷനില്ല സാറേ. അവിടെ. അതെ, എനിക്ക് ആ ബ്രാൻഡ് തന്നെ വേണം. പ്രവാസി മസാല. അത് കൊള്ളാം കേട്ടോ. ഞാൻ നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഉപയോഗിച്ച് ഒറിജിനലാണെന്ന് തോന്നിയത് കൊണ്ടാ പ്രവാസി തന്നെ പ്രിഫർ ചെയ്ത്. സാറേ, ആ ഇത് തന്നെ. ഇതാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ഒരാൾ നല്ലത് പറയണം. സാറ് വീട്ടിൽ കൊണ്ട് ഉപയോഗിച്ച് നോക്ക്. പ്രവാസി മസാല കഴിഞ്ഞിട്ടുള്ള പൊടിയേ ഉള്ളൂ. ആണോ? താങ്ക് യു. ഓക്കെ. മാനേജർ അവിടെ ഉണ്ടേ. സോറി, ശ്രദ്ധിച്ചില്ല. എന്നാ ശ്രദ്ധിക്കണം സാർ. സോറി. ബ്ലഡി സ്ട്രേഞ്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
ലാസ്റ്റ് മന്ത് ഞാൻ ഇവിടെ കുറച്ച് പ്രോഡക്ട്സ് കൊണ്ടുവച്ചിരുന്നു. അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ. ഏതായിരുന്നു പ്രോഡക്റ്റ്? സാറിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ നന്ദൻ, പ്രവാസി കറി പൗഡറിൻ്റെ. ഓക്കെ. ഒരു മാസമായിട്ട് ഇന്നാണ് ഒരു പീസ് വിട്ടുപോയത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നല്ല അഭിപ്രായമാണല്ലോ. അതിന് ആദ്യം ആരെങ്കിലും അത് മേടിക്കണ്ടേ? അതിന് നല്ല പബ്ലിസിറ്റി വേണം. ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ? ബാക്കി പല സാധനത്തിലും മായമല്ലേ. മല്ലിപ്പൊടിയിൽ അറക്കപ്പൊടി, മുളക് പൊടിയിൽ ഇഷ്ടിയപ്പൊടി. ഇത് സാധനം ഓർഗാനിക്കാ. അതിന് ഞങ്ങൾക്ക് ഓർഗാനിക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. അതിനകത്ത് ഇഷ്ടിയപ്പൊടിയോ അറക്കപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്തും. പക്ഷെ ആൾക്കാർ വാങ്ങണം. സാധനം വിറ്റുകൊണ്ട് പൈസ തരാൻ പറ്റില്ല. ഇതേ ഇന്നത്തെ എൻ്റെ മാർക്കറ്റിംഗ് പ്രൂഫ്. പിന്നെ നമ്മുടെ വണ്ടി കയറുന്ന പാസഞ്ചേഴ്സിനോട് നൈസായിട്ട് പ്രസൻറ്റ് ചെയ്യും. അതെങ്ങനെ? ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിച്ചു തുടങ്ങും. വളഞ്ഞു തരുന്ന പ്രവാസി കറി പൗഡറിൽ വന്ന് നിൽക്കും. കടൽ പോലെ കിടക്കുന്ന മാർക്കറ്റാണ് ലോറൻസേ. അതിനിടയ്ക്ക് തൻ്റെ ഈ കുഞ്ഞു ടെക്നിക്സ് ഒന്നും ഏശില്ല. താൻ എന്നെ ഡിസ്കറേജ് ചെയ്യല്ലേ മാൻ. ലെറ്റ് അണ്ണാറക്കണ്ണൻ ഡു ഹിസ് റോൾ. അണ്ണാറക്കണ്ണനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല ലോറൻസേ. ഓ പ്ലീസ് ഹാവ് ഇറ്റ്. നന്ദൻ മാത്രം ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് ശരിയല്ല കേട്ടോ. സ്പെഷ്യലി വെൻ വി സിറ്റ് ഫോർ എ ഡ്രിങ്ക്. നല്ല ഒന്നാം തരം വൈൻ ഉണ്ട്, എടുക്കട്ടെ? വേണ്ട, ഇത് മതി. ഓക്കെ. നല്ല പബ്ലിസിറ്റി കൊടുക്കണമെന്നാണ് ആ സൂപ്പർ മാർക്കറ്റിലെ മാനേജർ പറയുന്നത്. പബ്ലിക്കിന് വിശ്വാസമുള്ള ആരെങ്കിലും നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ ഐ തിങ്ക് ദാറ്റ് വിൽ വർക്ക്. എക്സാക്ട്ലി ലൈക്ക് സെലിബ്രിറ്റീസ്, ഫിലിം ആക്ടേഴ്സ്. സിനിമാക്കാരെ വെച്ച് പബ്ലിസിറ്റി ചെയ്യാനുള്ള ബഡ്ജറ്റ് ഒന്നും നമ്മുടെ ഇല്ല ലോറൻസേ. നമ്മുടെ ഈ സിനിമയിലെ ശ്രീനിവാസിനെ ഓർഗാനിക് ഫുഡിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ? റൈറ്റ്. ആ വഴിക്കൊന്ന് മുട്ടി നോക്കിയാലോ? അതൊന്നും നോക്കാവുന്നതാണ്. മാത്രമല്ല, പണ്ട് അജ്മാനിലെ പ്രവാസി അസോസിയേഷൻ മൂപ്പര് വന്നപ്പോൾ പൊന്നാട എണീച്ച് ഞാനായിരുന്നു. അത് മൂപ്പര് മറന്നു കാണാൻ വഴിയില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ നന്ദൻ, നന്ദകുമാർ. ഗൾഫിലായിരുന്നു. സാറിന് എന്നെ മനസ്സിലായോ? ഒരു 10 വർഷം മുമ്പ് സാർ അജ്മാനിലൊരു ഫംഗ്ഷൻ വന്നപ്പോൾ സാറിനെ പൊന്നാടി അണിയിച്ച് ഞാനായിരുന്നു. ഇപ്പോൾ ഓർമ്മ വന്നോ? ഓ, 10 വർഷം മുമ്പ് പൊന്നാടി അണിയിച്ച ഒരാളെ ഞാൻ മറക്കുക. ഇന്ന് രാവിലെ 9:30 വരെ ഞാൻ നിങ്ങളെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഞാനിപ്പോൾ ഗൾഫൊക്കെ വിട്ടു. നാട്ടിൽ ചെറിയൊരു സംരംഭം, ഇങ്ങനെ ഈ ഓർഗാനിക് കറി പൗഡറിൻ്റെ ഒക്കെ. സാർ അതിൻ്റെയൊക്കെ ഒരാളാണല്ലോ. ഞാൻ ഒന്നിൻ്റെ ഒരാളും അല്ല. വിഷമില്ലാത്ത ഭക്ഷണം ജനങ്ങൾക്ക് കിട്ടണം എന്നൊരു ചെറിയ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് സാർ എൻ്റെ ഉദ്ദേശവും. ഇതാ കണ്ടോ, 100% ഓർഗാനിക്കാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ നാസയുടെ ലാബറട്ടറി കൊണ്ട് പരിശോധിക്കാം. എവിടെ? അമേരിക്കയിൽ നാസയുടെ ലാബിൽ. എന്നാൽ നന്നിട്ടൊരു കാര്യം ചെയ്യും. ഈ മസാലപ്പൊടി നാസയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കൊണ്ടുപോവാ. അല്ല, അത്രയ്ക്ക് ഓതന്റിക്കാന്ന് പറയായിരുന്നു സാർ. പ്രവാസി മസാലപ്പൊടിക്ക് പറ്റിയ പേര്. മിഥുനത്തിലെ ദാഷായണി ബിസ്ക്കറ്റിനൊക്കെ ബെറ്റർ അല്ലേ സാർ? സാറേ, ഞാൻ ഈ പ്രവാസി അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആക്റ്റീവ് ആയിരുന്നുകൊണ്ട് പ്രവാസി നന്ദൻ എന്നൊരു ഇരട്ട പേര് കൂടി ഉണ്ട്. അല്ല, ഈ പേരിന്റെ പേരിൽ അതും കൂടി ഉണ്ടെന്ന് പറയായിരുന്നു. സാർ, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ചേച്ചിയോടൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞിട്ട് റിസൾട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറഞ്ഞാൽ മതി. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ സാറിന്റെ സമയം കളയുന്നില്ല, എഴുത്തെടുക്കട്ടെ. നീയാണോ ഈ ഫോട്ടോ എടുത്തേ? ഞാൻ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഈ ചിരിയിൽ എന്തോ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലേ എനിക്കും തോന്നിയത്. പക്ഷേ നിന്റെ ഉണ്ടാക്കി പറയുന്ന സ്വഭാവം വെച്ച് ഒന്നും കൂടി നോക്കുമ്പോ ഇതൊരു സാധാ ചിരിയാ. എടാ, ഈ പെൺപിള്ളേർക്ക് ക്യാൻഡിഡായി ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യാൻ ജന്മനാ ഒരു കഴിവുണ്ട്. അല്ല, ഞാൻ എൻ്റെ ചാരന്മാരെ വെച്ച് അവളുടെ ഗ്രൂപ്പിൽ ഒരു അന്വേഷണം നടത്തി. എന്നിട്ട് രോഹിത് നല്ല വിറ്റാണ് കേട്ടോ എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. അത്രേ പിന്നെ കാര്യം. എന്നിട്ടും അവൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ റിമൂവ് ചെയ്യണമെങ്കിൽ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, കട്ട്. മതി, എനിക്കിതിലൊരു സിസ്റ്റർ സപ്പോർട്ട് ആവശ്യമില്ല. ഞങ്ങൾ ഒളിച്ചോടിക്കോളാം. അയ്യോ, ഒളിച്ചോടാ. അത് പോടാ, നിന്നെ പിന്നെ വീട്ടിൽ കയറ്റത്തില്ല. അതൊരു കുഞ്ഞിക്കാലൊക്കെ കാണുമ്പോൾ ശരിയായിക്കോളും. അച്ഛനും കൂടി കേൾക്കാൻ പറ്റുന്ന കോമഡിയാണോ? അച്ഛാ, ഈ മാരേജിനുള്ള ലീഗൽ പ്രായം ഈയിടെ കുറച്ചിട്ടൊന്നും ഇല്ലല്ലോ. ആർക്കാ, നിനക്കാണോ ഇവനാണോ? ചേച്ചി ആരോ കണ്ടുവച്ചിട്ടുണ്ട് അച്ഛാ, അതാ ഓടിപ്പോന്നൊക്കെയാ പറയുന്നത്. അയ്യ, ഈ ചാടിക്കേറി പറയുന്നതിനൊരു തെളിവാണോ? കക്ഷി നീ തന്നെ. അതാണ്. ആദ്യം ആ എൻട്രൻസ് ചെയ്തെടുക്കാൻ നോക്കാം. ചെറിയ തോതിൽ ഇവളൊരു അനുഭവം കാണിച്ചു തുടങ്ങിയാൽ മതി. ബാക്കി ഞാൻ അതീ പിടിച്ച് കയറും. അത് മനസ്സിലായിട്ട് തന്നെ അവൾ ഇപ്പോഴും പരിധിക്ക് പുറത്ത് തന്നെ നിൽക്കുന്നത്.
അതെ ഒന്നുകൊണ്ട് ഞാനൊരു ബോറനല്ല. അല്ല, ഞാൻ വേറൊരു ബോറനല്ലാന്ന്. എൻ്റെ അച്ഛൻ ഹൈക്കോർട്ടിലെ സാമാന്യം തിരക്കുള്ളൊരു വക്കീല. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലെങ്കിലും BEd കഴിഞ്ഞതാ. ഒരേ ഒരു ചേച്ചി 2 കൊല്ലം കഴിഞ്ഞ അവള് ഡോക്ടറാണ്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? അല്ല, ഞാൻ എൻ്റെ ഫാമിലി സെറ്റപ്പ് ഇങ്ങനെയാന്ന് പറയുമായിരുന്നു. ഇങ്ങനെ ഒരു ഫാമിലി നിന്നായതുകൊണ്ട് എനിക്ക് എത്ര ശ്രമിച്ചാലും എനിക്ക് ബോറനാവാൻ പറ്റില്ല. സത്യം, ഇറ്റ്സ് എ ഫാക്ട്. സിസ്റ്റർ കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കുമോ? ഈ സിസ്റ്റർ കുറച്ച് അല്ല അപ്പുറത്തെ മാറി. കോച്ചിങ് സെൻറ്ററിൽ വെച്ച് സംസാരിക്കാൻ നിന്ന അപർണയുടെ അങ്കിളുള്ളതുകൊണ്ട് അത് പറ്റത്തില്ല. പിന്നെ +2 കഴിഞ്ഞ് 3 കൊല്ലമായതുകൊണ്ട് സ്കൂളും സേഫല്ല. ഏത് നിമിഷം വേണമെങ്കിലും പൊക്കാം. മാത്രമല്ല ഇവരെല്ലാം വിചാരിക്കും ഞാനൊരു വായ നോക്കിയാണ്. എത്ര ശ്രമിച്ചാലും എനിക്കൊരു വായ നോക്കിയാവാൻ പറ്റില്ല. ഓ, നീ സ്കൂളിലാണോ? ഞാൻ പറഞ്ഞില്ലേ ഇതേ പൊക്കി. അല്ല സാർ, ഞാൻ ഇതുവഴി പോയപ്പോ ചുമ്മാ കയറി അത്ര. ഗേൾസ് എല്ലാം ചെല്ലു. സ്പീഡപ്പ് സ്പീഡപ്പ്. അപർണ ഇൻസ്റ്റയിലൊന്ന് ആഡ് ചെയ്യാവോ? ആലോചിക്കാം. ആ മതി മതിയെ മതി. ദാ ഇറങ്ങായി. പുല്ല് പറിച്ചാൽ മതി, കൂർക്കയുടെ കടയൊന്നും കളയണ്ട. ഗുഡ് മോർണിംഗ് സാറേ. രാവിലെ തന്നെ തോട്ടത്തിലേക്ക് ഇറങ്ങിയില്ലേ? തന്നെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതായത് നാസയുടെ ലാബിലൊന്നും പോയി എന്നെ ടെസ്റ്റ് ചെയ്യണ്ട. തൻ്റെ മഞ്ഞപ്പൊടി മുളകൊടി ഗംഭീരമാണ്. ശരിക്കും വീട്ടിലുണ്ടാക്കിയതുപോലെ. എൻ്റെ ഭാര്യ വിമലക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഓ, സാറിന്റെ നാവിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു കമന്റ് കേൾക്കാന്ന് വെച്ചാൽ ഈശ്വരാനുഗ്രഹം സാറേ. അതിൻ്റെ ക്രെഡിറ്റ് ഈശ്വരനൊന്നും കൊടുക്കണ്ട, തൻ്റെ ആത്മാർത്ഥതയ്ക്കുള്ളതാണ്. ഒരു തരി പോലും മായം ചേർക്കാത്ത മസാലപ്പൊടി. അങ്ങനെ എനിക്ക് തോന്നിയത്. ഓ സാറേ, സാർ ഇപ്പൊ പറഞ്ഞതാ ഇതിൽ നോക്കി ഒന്ന് പറഞ്ഞു തരുമോ? എൻ്റെ ഭാര്യയ്ക്കും കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സന്തോഷമാവും. അതുകൊണ്ടാണ്. അത് വേണം. പ്ലീസ് പ്ലീസ് സാർ, പ്ലീസ് പ്ലീസ്. വർഷങ്ങളായി ഭക്ഷണത്തിന് പകരം വിഷം കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പ്രധാനമായും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ വിഷം ഇറക്കുമതി ചെയ്ത് അവർ നമ്മളെ തീറ്റുകയാണ്. ഇവിടെയാണ് നന്ദൻ്റെ പ്രവാസി മസാലപ്പൊടിയുടെ പ്രസക്തി. ഉപയോഗിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. ഈ സത്യസന്ധത നിലനിർത്താൻ പ്രവാസിയുടെ പ്രവർത്തകർക്കെന്നും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഗ്രേറ്റ്. ഇതാണ് പരസ്യം. ഇത് പക്ഷേ ഇങ്ങനെ നിന്റെ ഫോണിനകത്ത് മാത്രം ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നാട്ടുകാർ കാണണം. ശ്രീനിവാസനെ പോലെ ഒരാൾ ഇത്ര സിൻസിയറായിട്ട് പറയുമ്പോൾ ജനങ്ങളതും അവർ പ്രവാസി കറി പൗഡർ ചോദിച്ചു വരും. അത് കറക്റ്റാ. അങ്ങനെ ചെയ്താൽ മൊത്തത്തിലൊരു ഓളുണ്ടാവും. അല്ല, ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നു? ലീവ് ഇറ്റ് ടു മീ മാൻ. ഇത് സോഷ്യൽ മീഡിയയിലൊന്ന് കയറി ഇറങ്ങും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇതൊന്ന് എഡിറ്റ് ചെയ്ത് വൈറലാക്കും. അത് ഞാൻ ഏറ്റു. ദുബായിലുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെ എൻക്വയറിയാ. 30 ഔട്ട്ലെറ്റ് ഉണ്ട് അവർക്ക്. എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് എൻ്റെ പർച്ചേസ് മാനേജർ. ഒരു ദിവസം ഒരു ഔട്ട്ലെറ്റിൽ 5 പീസ് വെച്ച് പോയി കഴിഞ്ഞാൽ ഡെയിലി 150 പീസാ. ആ പിന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ജനങ്ങളിലേക്ക് കൂടി എത്തിക്കഴിഞ്ഞാൽ കഥ മാറി മോളെ. കഥ മാറട്ടെ. പ്രവാസി നന്ദൻ വലിയ വ്യവസായി ആകട്ടെ. അസല് പേരയ്ക്ക. മോൾക്ക് കൊടുത്തോ? മോക്ക് കൊടുത്തോളാം. അപ്പോ അയ്യേ, ഡൈനിങ് ടേബിളിൽ മുകളിൽ വെച്ചാണ് പട്ടിയെ കളിപ്പിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമല്ലേ ഇത്? അപ്പോഴേക്ക് മാറ്റാലോ. പഴം കടിക്കണോ? മാറ്റ്. ഈ പണ്ടാരത്തിന് വീട്ടിനകത്തിട്ട് കളിപ്പിക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. ഇത് നമ്മളെ പോലെ ഒരു ജീവിയല്ലേ അച്ഛാ? നമ്മളെ പോലെയോ? എടി, അതൊരു പട്ടിക്കുട്ടിയാണ്. അതിനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് കൂടുണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ തന്നെ അത് ആ സോഫയിൽ കയറി കിടന്നിട്ട് അത് മൊത്തം അതിന്റെ രോമവും ഒരു വൃത്തികെട്ട നാറ്റവും. മോളു അതിനെ പുറത്താ കൂട്ടിക്കൊണ്ടാക്ക്. എന്നിട്ട് കൈയും കാലൊക്കെ സോപ്പിട്ട് നന്നായിട്ട് കഴുക. ചെല്ല് 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 ചെല്ല്. ആ എടുത്താ ചെല്ല്. ഗുഡ് 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 ഗേൾ, ഗുഡ് ഗേൾ. പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താ അങ്ങോട്ട്? ഞാൻ എന്റെ മുറി കൊണ്ടേ കളിപ്പിച്ചോളാം. അപ്പൊ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കാൻ നിനക്ക് എന്താ എത്ര ബുദ്ധിമുട്ട്? കൊണ്ടാക്കടേ എന്നെ കൂടുതൽ. അപ്പു അതിനെ കൊണ്ട് കൂട്ടിലാക്ക്. അച്ഛൻ പറയുന്നത് കേക്ക്. ആ സേതു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
പരസ്യത്തിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ. പരസ്യത്തിന് വേണ്ടി ചെയ്തതൊന്നല്ലത്. വൈറലായിക്കോട്ടെ, എനിക്കതൊന്നും പ്രശ്നമല്ല. ചെയ്തൊരു കാര്യം ചെയ്യ്, അതെൻ്റെ വാട്സപ്പിലോട്ട് നയക്ക്. ശ്രീനിവാസന്റെ വീഡിയോ വന്നതിന് ശേഷം ഒരു അനക്കമൊക്കെ വെച്ചിട്ടുണ്ട്. വരട്ടെ അനക്കം വരട്ടെ. പ്രൊഡക്ഷനൊക്കെ ഇത്തിരി കൂടി കൂട്ടണം. ദൈവമേ, ശ്രീനിവാസൻ സാറോ? സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നാവെടുത്തേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ടോട്ടൽ ഫ്രീയാ. പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം പ്രണയാലി പുഞ്ചിരിച്ച ദിവ്യയാ. വെറുതെ ഒന്ന് കാണാനല്ലേ അങ്ങനെ വിളിപ്പിച്ചത്, അല്ലാതെ സിനിമയിൽ അഭിനയിപ്പിക്കാനൊന്നും അല്ലല്ലോ. ആർക്കറിയാം, ഉച്ച തിരിഞ്ഞ് വീട്ടിലേക്കൊന്ന് ചെല്ലുമെന്ന് ചോദിച്ചിട്ടുള്ളൂ. എന്തായാലും മൂപ്പർക്ക് എന്നോടൊരു അടുപ്പം ഫീൽ ചെയ്തിട്ടുണ്ട്. വലിയ വലിയ സുഹൃത്ത് ബന്ധങ്ങളെ കൂടുതലെടുക്കുന്നത് ഇങ്ങനെയാണ്. സിനിമയിൽ എനിക്ക് മീറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഒരേ ഒരു സെലിബ്രിറ്റിയാ ശ്രീനിവാസൻ. എങ്കിൽ നീയും വാ. നീ മാത്രമാക്കണ്ട, മോളെയും കൂടി കൂട്ടിക്കോ. അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടാവില്ല. നന്ദേട്ടൻ പോയിട്ട് വാ. എടി, നീ സ്ക്രീനിൽ കാണുന്ന ആളെയല്ല ശ്രീനിവാസൻ. ഭയങ്കര ഫ്രണ്ട്ലിയാ. നീ വേറെ റെഡിയാവും. ഇതൊക്കെ എന്തിനാ ഈ ചെടിയും വള്ളിയൊക്കെ? ജൈവ കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇങ്ങനെ ചില സാധനങ്ങൾ കിട്ടുന്നത് വലിയ ഇഷ്ടമാണ്. വണ്ടി നന്ദേട്ടൻ ഓടിച്ചു. വേണ്ട, നീ ഓടിച്ചാൽ മതി. കണ്ടില്ലേ മോളെ അച്ഛൻ്റെ ഈഗോ. എന്റെ വീട്ടുകാർ തന്ന കാറായതുകൊണ്ടാ ഈ ദുരഭിമാനം. അച്ഛൻ്റെ ഇവിടുത്തെ ലൈസൻസ് എക്സ്പയറി ആയി. പിന്നെ ദുബായ് ലൈസൻസ് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ആ RT ഓഫീസിന് അവിടെ പോയിട്ട് കാത്തു കെട്ടി കിടക്കണം. ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് മാറ്റാന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ നമ്മക്ക് എന്തൊന്നും ഈഗോ. നീ നോക്കി കാപ്പു, സ്വന്തമായി വേറെ കാറ് വാങ്ങുന്നത് വരെ അച്ഛൻ ലൈസൻസ് പുതുക്കില്ല. നീ വണ്ടി എടുക്ക്. നമസ്കാരം സാർ. അധികം വൈകാതെ തനിക്കൊരു വക്കീൽ നോട്ടീസ് വരും. അത് പറയാനാണ് വിളിച്ചത്. അയ്യോ, എന്തിനാണ് സാർ? പേഴ്സണലായിട്ട് ഞാൻ തന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് തൻ്റെ മസാലപ്പൊടിയുടെ പരസ്യം ചെയ്യാൻ ആരോട് തനിക്ക് അനുഭവം തന്നത്? അയ്യോ സാർ, പരസ്യമായിട്ടൊന്നുമില്ല. എന്റെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അതൊക്കെ എനിക്ക് കോടതി പറഞ്ഞാൽ മതി. തൻ്റെ പേരിൽ ഞാൻ ചീറ്റിംഗ് കേസാണ് കൊടുക്കാൻ പോകുന്നത്. IPC 420 പ്രകാരം 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. അതിൻ്റെ കൂടെ സൈബർ ക്രൈം കൂടി ചേരുമ്പോൾ 2 വർഷം വേറെയും കിട്ടും. അപ്പോൾ പിന്നെ തൻ്റെ മസാലപ്പൊടി ജയിലിൽ വെച്ചുണ്ടാക്കാം. സോറി സാർ, ഞാനിത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. അറിയാതെ പറ്റിപ്പോയതാ, സോറി. എന്റെ ഭാര്യയും മോളുമാണ് സാർ. സാറിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൂടെ കൂട്ടിയതാ. ഇത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. പണ്ട് ഞങ്ങൾ അജ്മാനിലെ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദത്തിന്റെ പേരിൽ തമാശകൊന്ന് തട്ടിക്കറിയതാ. ഓ, ഞാൻ പേടിച്ചു പോയി. ഹലോ ലോറൻസ്. ലൈൻ കട്ടായി. അല്ല, ആളെ കിട്ടിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഡിലീറ്റ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഡിലീറ്റ് ഒന്നും ചെയ്യണ്ട, എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ. പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് പാടില്ല. അതൊരിക്കലും ഉണ്ടാവില്ല സാർ. മായം ചേർത്തൊരു സാധനം പ്രവാസിന്ന് പുറത്തേക്ക് പോവില്ല. അത് മതി. സർ, ഞങ്ങൾക്കൊരു സെൽഫി. പിന്നെന്താ, സെൽഫി എടുത്ത് ഒരു കാപ്പിയും കുടിച്ചിട്ട് പോയാൽ മതി. കുറച്ച് കുരുമുളകിന്റെ തൈയാണ്. നന്ദനെന്താ ഈ ഫാമിലിയിലല്ലേ?